वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും SMECT KP അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2025 വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 2025 വർഷം, അതായത് 1/1/2025 വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ്. ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം. പിന്നെ പൂരാടം നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത്. ഈ പൂരാടം നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ്. പിന്നെ 2025 എന്ന് എടുക്കുമ്പോൾ 2 എന്നത് ചന്ദ്രനും 0 എന്നത് കേതുവും 5 ബുധൻ. പൊതുവേ എടുത്താൽ ബുധൻ, ശുക്രൻ, ചന്ദ്രൻ, കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം. ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ഫലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ വർഷങ്ങളായി തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമൊക്കെ കണ്ടെത്തും. വ്യവഹാര വിജയത്താൽ അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കുവാനുള്ള യോഗവും കാണുന്നു. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ കഴിയും. എങ്കിലും അഹംഭാവം ഒഴിവാക്കണം. മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്ന് മക്കളെ രക്ഷിക്കാൻ കഴിയും. സത്യസന്ധമായ സമീപനത്താൽ എതിർപ്പുകളെ അതിജീവിപ്പിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ നന്മ ആശ്രയിക്കുന്ന പ്രവൃത്തി മൂലം ആദരിക്കപ്പെടും. കുടുംബ അംഗങ്ങളുമൊത്ത് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമൊക്കെ ഉണ്ടാകും. ചിത്തതയോടുകൂടിയ സമീപനം ഗുണം ചെയ്യും. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാൻ അവസരമുണ്ടാകും. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിച്ചെടുക്കും. പ്രവൃത്തിയിലുള്ള കൃത്യനിഷ്ഠയും ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. എല്ലാവരോടും വശ്യമായ രീതിയിലുള്ള പ്രവർത്തന ശൈലികളിലുള്ള പെരുമാറ്റം അംഗീകാരത്തിന് വഴിയൊരുക്കും. ആത്മവിശ്വാസത്തോടു കൂടിയ പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരും. ഒട്ടേറെ കാര്യങ്ങൾ ഉത്സാഹവും ഉന്മേഷവും കാര്യനിർവഹണ ശക്തിയോടുകൂടി ചെയ്തു തീർക്കും. സാമ്പത്തികമായ നേട്ടങ്ങളും ഉണ്ടാകും. സംയോജിതമായി ചിന്തിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ മൂലം സർവകാര്യ വിജയം നേടും. തീരുമാനങ്ങളിൽ ഔചിത്യമുണ്ടാകും. വിജയസാധ്യതകളെ വിലയിരുത്തി കർമ്മരംഗത്ത് മാറ്റം വരുത്തുന്നതാണ്. അർഹതയുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. പ്രായാധിക്യമുള്ളവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സാധിപ്പിച്ചു കൊടുക്കുവാനുള്ള അവസരങ്ങൾ ഒത്തുവരും. കർമ്മരംഗത്ത് ലാഭം നോക്കാതെയുള്ള പ്രവർത്തനങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കും. അസാധാരണമായ വ്യക്തിത്വമുള്ളവരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള യോഗവും കാണുന്നുണ്ട്. പൂർവീകത്തിൽ പോയി താമസിക്കുവാനുള്ള യോഗവും കാണുന്നു. വിശേഷ ദേവാലയ ദർശനത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. വിശിഷ്ട വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. സന്താന ഭാഗ്യത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഈശ്വര പ്രാർത്ഥന കൊണ്ടും വിദഗ്ധ ചികിത്സാവിധികൾ കൊണ്ടും സന്താനങ്ങൾ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത്. അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഏറ്റെടുത്ത ജോലികൾ നിശ്ചിത സമയപരിധിക്കുള്ളിലൊക്കെ ചെയ്തു തീർക്കും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമായതുകൊണ്ട് അംഗീകാരവും ബഹുമതിയുമൊക്കെ വന്നു ചേരും. പൂർവികരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹമുള്ള വർഷമായതുകൊണ്ട് അവരെ അനുസരിച്ച് ജീവിക്കുന്നതിനാൽ വിജയത്തിലുപരി ആത്മാഭിമാനമൊക്കെ ഉണ്ടാകും. കടമൊക്കെ കൊടുത്തിട്ടുള്ളവർക്ക് കൊടുത്ത സംഖ്യ തിരിച്ചു കിട്ടും.
മറ്റുള്ളവരുടെ ഉയർച്ചയിലൊക്കെ സന്തോഷിക്കും. പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനം വാങ്ങിക്കും. തൊഴിൽ മേഖലയിൽ പുരോഗതിയും ഐശ്വര്യവും അനുഭവപ്പെടും. വിവേചന ബുദ്ധിയും അനുഭവജ്ഞാനവും പൊതുജന ആവശ്യവും പുതിയ തൊഴിലവസരങ്ങളുടെ ആശയങ്ങൾക്കൊക്കെ വഴിയൊരുക്കും. വിദേശയാത്രയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട്. പ്രായത്തിലുപരി പക്വതയോടു കൂടിയ സമീപനം, സൽകീർത്തിയും സ്വജന ബഹുമാന്യതയുമൊക്കെ വന്നു ചേരും. ബന്ധുവിൻ്റെ വിയോഗം ദുഃഖമുണ്ടാക്കും. നേടിയെടുത്ത സൗഭാഗ്യങ്ങൾക്കായി നേർന്നു കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയും. പിതാവിൻ്റെ ആരോഗ്യനില അനുകൂലമായി കാണുന്നില്ല. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതായിട്ട് വരും. സഹോദരങ്ങളും സുഹൃത്തുക്കളുമൊക്കെ ശത്രുതാ മനോഭാവത്തിലുള്ള പെരുമാറ്റം മനോവിഷമത്തിന് വഴിയൊരുക്കും. പുനർപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കും. ആഗ്രഹിച്ച ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. കൃത്യനിഷ്ഠ പാലിക്കുന്നതിനാൽ രക്ഷിതാക്കളിൽ നിന്ന് അനുമോദനങ്ങൾ വന്നുചേരും. അധികാരസ്ഥാനങ്ങൾ വന്നുചേരും. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഭക്ഷണ ക്രമീകരണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും. അനന്തരാവകാശികൾക്ക് പൂർവിക സ്വത്ത് ഭാഗം വെച്ച് നൽകാനും തയ്യാറാകും. പൊതുവെ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശ അപഹാര ഛിദ്രത്തിൻ്റെ ഫലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.